ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ചപ്പും കറിവേപ്പിലയും പിന്നെ ഒരു 1.5 നാരങ്ങ നീരും. ആദ്യം നമുക്ക് ദമ്മിനിടാനുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി മാറ്റാം. അതിന് ഞാൻ ചോറ് വെക്കുന്ന അതേ പാനിലാണ് കേട്ടോ ഉള്ളിയൊക്കെ വറുത്ത് കോരി മാറ്റുന്നത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ഇട്ട് ഏകദേശം ഒരു കളറ് മാറി വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് വറുത്ത് കോരി മാറ്റാം. ഞാനിതാ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാനിൽ തന്നെ അതിലേക്ക് പട്ടയും ഏലക്കായും പിന്നെ ഉള്ളിയും ഇട്ട് വഴറ്റുക. നമ്മൾ ചോറാട്ടോ വെക്കുന്നത് ബിരിയാണിക്ക് വേണ്ട. എന്നിട്ട് ഒരു കപ്പാണെങ്കിൽ അതിന് 2 കപ്പ് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് നല്ലോണം മൂടി വെക്കുക. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരി കഴുകി മാറ്റാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരിയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വേവിക്കാൻ വെക്കാം. ഇതാ നമ്മളെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു വെയിറ്റ് എടുത്ത് വെക്കാം. ഇനി ഞാൻ മസാലയ്ക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് 3-4 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഇതിലേക്ക് ആദ്യം ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തക്കാളി ഉള്ളി വാട്ടിയതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇടണേ. എന്നിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് മിക്സ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ബിരിയാണി മസാല, കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. എൻ്റെ കയ്യിൽ തൈരില്ലാത്തത് കൊണ്ട് ഞാൻ തൈര് ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കനും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിനിടാം. ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് ബിരിയാണി മസാല ഇട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഫസ്റ്റ് ലെയറിലിടാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബിരിയാണി മസാലയും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഇടാം. സെക്കൻഡ് ലെയറും ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന ഉള്ളി, അണ്ടി, മുന്തിരിയൊക്കെ നന്നായി ഇട്ട് ദമ്മിനിടാം. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അതിന് കൊടുക്കുക. കുറച്ച് തേങ്ങ, കുറച്ച് ചപ്പും കറിവേപ്പിലയും, 2 പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളിയും,
ആവശ്യത്തിന് ഉപ്പും സുർക്കയും ഇട്ട് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം. ചമ്മന്തി റെഡി. ഇത് നമ്മളെ ചോറൊക്കെ നന്നായി ദമ്മായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് നമ്മളുടെ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി. ഇനി നമുക്ക് കഴിക്കാം.